ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ നമ്മളിതാ ഇന്ന് മുണ്ടക്കായ് ചൂരമലയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഉരുൾ പൊട്ടിയതിന് ശേഷം പോകണം നമ്മൾ വിചാരിക്കും ചെയ്യും, അതുപോലെ തന്നെ ഇറങ്ങിയിട്ടും ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തട്ടിമുട്ടലുകളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഇറങ്ങിയ സമയത്ത് അവിടെ ആൾക്കാരെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇറങ്ങിയപ്പം പിന്നെ എന്തൊക്കെയൊക്കെയോ ഓരോ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ അതും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പം പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതാ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് പിന്നെ എയറൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. കാരണം ആ ഒരു റോഡ് കുറച്ച് കട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ലോണം സ്മൂത്തായിട്ട് പോകും കൂടി ചെയ്യണമെങ്കിൽ അതൊക്കെ റെഡി ആണോ എന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പോയിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ. 10 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നു. രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പുത്തുമല റോഡിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റോഡ് കൂടെ തന്നെയാണ്. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ പരിചയം തന്നെയായിരിക്കും കേട്ടോ. കാരണം നമ്മളെപ്പോഴും പോകുന്ന ഒരു വഴിയൊക്കെ കൂടിയാണ്. പിന്നെ ആ ഒരു ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം എതിരായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് എപ്പോഴും പോകുന്ന റൂട്ടിലല്ല കേട്ടോ, വേറെ ഏതോ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ റോഡിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടെ പോയാലും അവിടെ എത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഒരു പുതുമ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നേരെ എത്തുക നമ്മൾ സ്ഥിരം ചായ അടിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ, അവിടേക്കാണ് എത്തുക കേട്ടോ. അപ്പം പോകുമ്പം തന്നെ തിരിച്ചു വരുമ്പം ആ ഒരു കടയിൽ നിന്ന് ചായ അടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ പോയി ഇപ്പം പുത്തുമല എത്തിയിട്ടുണ്ട്. അപ്പോൾ പുത്തുമല ഇപ്പോഴും നമ്മുടെ ആ ഒരു ഉരുൾ പൊട്ടിയ ഇതന്നെ ഇപ്പം റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു ഭാഗം കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഒരു ശൂന്യതയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം. അപ്പം പിന്നെ മുണ്ടക്കായ് ചുരമല എന്ന് പറയുമ്പം നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ കൂടി പറ്റുന്നില്ല. നമ്മുടെ വീഡിയോസിലും അതുപോലെ തന്നെ ന്യൂസിലും ഒക്കെ ആണല്ലോ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ ഫുള്ളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇക്കൊക്കെ രക്ഷാപ്രവർത്തനമൊക്കെ പോയതുകൊണ്ട് തന്നെ ആൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ കണ്ടു. പിന്നെ അതുപോലെ തന്നെ എല്ലാതെയും കുറേ പ്രാവശ്യം ആൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ശൂന്യതയാണ്, കാരണം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാവർക്കും ചായ കുടിക്കാനൊക്കെ വേണ്ടി. പിന്നെ പോലീസുകാരുണ്ട് കേട്ടോ, ഇപ്പോഴും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ അങ്ങ് പോകാനോ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടിയ ഭാഗത്തേക്ക് പോകാനോ ഒന്നും പറ്റില്ല. നമ്മൾ എത്തിയപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ക്ലോസിങ് ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പാലത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ബേലിപ്പാലം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇതിൽ കയറുമ്പോഴൊക്കെ ഈ ഒരു പാലത്തിൽ കയറുമ്പോഴാണെങ്കിലും ഈ ഒരു ഉരുൾപൊട്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണെങ്കിലും അന്നത്തെ ആ ഒരു വാർത്തയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ആ നാട്ടുകാരെ കരച്ചിലും ചെറിയ മക്കളെ കരച്ചിലും അതൊക്കെയാണ് കേട്ടോ ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ വാർത്തയിൽ കണ്ടതോ അല്ലെങ്കിൽ വീഡിയോസിൽ കണ്ടതോ പോലെ അതിനേക്കാട്ടിലും ഭയങ്കര ഭീതിയിലാണ് ഈ ഒരു പ്രളയം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു നില ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ അത്രത്തോളം സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് കവർ. അപ്പോൾ എനിക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോഴാണ്, നമ്മൾ ന്യൂസിൽ കാണുമ്പോൾ അങ്ങനെ അങ്ങ് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഇത്രത്തോളം ഉയരത്തിൽ നമ്മൾ കടലൊക്കെ അല്ല ഇത്ര ആഴത്തിൽ ഇത്ര പൊങ്ങി വരുള്ളൂ, സുനാമിയൊക്കെ വരുമ്പോഴാണ് പൊങ്ങി വരുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേങ്കിൽ നേരിട്ട് കണ്ടപ്പോഴാണ് സത്യാവസ്ഥ നമുക്ക് അത്രക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ ഈ ഒരു ടൗണിൽ കൂടെ നിൽക്കുമ്പോഴും നമുക്ക് ഫുള്ളൊരു ആളും ബഹളം ഒന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ മുകളിലേക്കുള്ള റോഡിൽ കൂടെ പോവുകയാണ്. ഈ ഒരു പള്ളീൻ്റെ മുകളിലേക്കുള്ള റോഡിൽ കൂടെ അല്ലോ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം കടകളൊക്കെ ആണെങ്കിലൊക്കെ ഫുള്ളും നാശമായിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രവർത്തിക്കുന്ന കട തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇതാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാരന് നമ്മളെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് 2 ദിവസം മുമ്പ് ഇക്കയും ഫ്രണ്ടും കൂടിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ ടോപ്പ് വരെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പം വലിയ പാറ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു പാറയൊക്കെ എവിടുന്ന് വന്നതാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അത്രത്തോളം മലയിൽ നിന്ന് അത്രത്തോളം ശക്തിയിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഇപ്പോഴും വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മലേൻ്റെ ചെറിയൊരു ഭാഗം വന്നിട്ടുള്ളൂ. പക്ഷെ ആ ഒരു കുഞ്ഞി ഭാഗം ഭാഗം പോലും അയച്ചില്ല കേട്ടോ. ആ ഒരു ചെറിയ ഭാഗം വന്നപ്പോഴത്തേക്ക് ഇത്രത്തോളം പ്രളയം ഉണ്ടായി എന്നാണ് കേട്ടോ ഇക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാൻ എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് മെനഞ്ഞാന്നായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് നമ്മൾ ചുരത്തുമ്പിലൊക്കെ പോകുമ്പോഴല്ലേ കൊക്കയൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ ഈ ഒരു പ്രളയം നടന്ന മുണ്ടക്കായ് ഭാഗത്തേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതന്നെ ഒരു കൊക്കയാണ് എന്നാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായത്. മുകളിലേക്ക് കയറി താഴോട്ടേക്ക് നോക്കിയാൽ ഒരു വലിയൊരു കൊക്കയിലേക്ക് നമ്മൾ ചാടാൻ പോകുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ കാണാത്തവർ ഒക്കെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് നോക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്, ആളുകളുടെ ഇതും കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പം ഇതൊക്കെ ആൾക്കാരിപ്പോൾ തരണം ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതാ 900 കണ്ടീൻ്റെ അവിടെ ഫുള്ളും ആൾക്കാരൊക്കെയാണ് കേട്ടോ. ടൂറിസം പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നത് കേട്ടോ. കാരണം ഇത്രയും മാസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിയായിരുന്നു. കാരണം ജീവിതമാർഗം നല്ലോണമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കച്ചവടമില്ല, റിസോർട്ടില്ല, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഇതാ വന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ചെക്കനാണ്. അപ്പോൾ ഇവൻ്റെ കസിൻസ് ഒരു 5 ആൾക്കാരായിട്ടും മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ നേരം അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.